Good afternoon, children. How are you all? How was your weekend? Okay, so we were discussing about the earliest cities in history, isn't it? So we have studied what is citadel, what is lower town, that is the division of cities, and we also learned the what is great bath and what is the speciality of that great bath. And during that period, we are discussing about the Harappa buildings of Harappa, settled in Harappa, and in that we had discussed about houses, drains, and streets, and how the life in the city, how the people have changed from that era. They have planned construction of their buildings. When they sent people to distant lands to get metal, precious stones for their ornaments, and the women also started working, and they are living either in their own homes or in the they were traveled long distant lands, and we can see there are several new crafts arrives in the city, such as the things, most of the things made up of stone, shell, metals. It also includes copper, bronze, gold, and silver, isn't it? So they have used copper and bronze to make weapons, and people also made seals out of stone. And the shape was rectangular, and usually they have an animal carved on them. So that were the speciality of that people in that society and during the earlier cities. Now today we are discussing about the search of raw materials. As we said earlier, the people are traveling to distant lands. They will collect the raw materials from there also, isn't it? So we are discussing about that today. So let us continue. The raw materials or substance, they are get naturally. Natural raw materials and the wood, ores of metals, etc. Isn't it? ചിലത് നാച്ചുറലായിട്ടും കിട്ടും, ചിലത് ആൾക്കാർ പ്രൊഡ്യൂസ് ചെയ്യണതുമായിരിക്കും, ഉണ്ടാക്കുന്നതുമായിരിക്കും. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ട് അതിനെ തേച്ച് മിനുക്കി ക്രാഫ്റ്റ്സ് പേഴ്സൺസൊക്കെ ഇരുന്നിട്ട് അത് തേച്ച് മിനുക്കി ഭംഗിയായിട്ട് ഫിനിഷ് പ്രൊഡക്റ്റ് ആവുന്നു. അതിന് ബെസ്റ്റ് എക്സാമ്പിൾ നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവും, കോട്ടൺ അല്ലേ. കോട്ടൺ ഫാർമേഴ്സ് അത് കൃഷി ചെയ്യുന്നു, അതൊരു റോ മെറ്റീരിയലാണ്. പിന്നെ അതിൻ്റെ കുറേ പ്രോസസ്സിലൂടെ വന്നതിന് ശേഷമാണ് അത് ക്ലോത്തായിട്ട് ഫോം ചെയ്യണത്. ഓക്കെ, പിന്നെ ആ ടൈമിൽ അവർക്ക് ലോക്കലായിട്ട് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത് കോപ്പർ, ടിൻ, ഗോൾഡ് അതൊക്കെയായിരുന്നു. പക്ഷെ വേറെ പ്രഷ്യസ് സ്റ്റോൺസും സിൽവറും അതൊക്കെ ചിലത് പുറത്തുള്ള ഡിസ്റ്റൻറ്റ് കുറച്ച് ദൂരത്തെ സ്ഥലത്തുനിന്ന് കൊണ്ടുവരേണ്ടതായിട്ട് വന്നിരുന്നു. ഓക്കെ, അപ്പോൾ ഇവർ ഓരോരുത്തർ എവിടുന്നൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്, എവിടുന്നൊക്കെ ഈ സാധനങ്ങൾ റോ മെറ്റീരിയൽ കിട്ടിയത് എന്നുള്ളതാണ് പിന്നെ നോക്കണത്. ഹരപ്പൻസിന് കോപ്പർ കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇപ്പോഴത്തെ രാജസ്ഥാൻ എന്നുള്ള സ്ഥലത്തുനിന്നും പിന്നെ ഒമാൻ നിന്നുമായിരുന്നു. പിന്നെ അത് കോപ്പർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, കോപ്പർ വിത്ത് ബ്രോൺസ് അല്ലേ. കോപ്പർ ഇതായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, നമുക്ക് ബ്രോൺസ് കിട്ടും. അപ്പോൾ അതുകൊണ്ട് അവരെന്ത് ചെയ്തു, അത് നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നുണ്ടായിരുന്നത്, അഫ്ഗാനിസ്ഥാൻ ആൻഡ് ഇറാൻ എന്നൊക്കെ ആയിരുന്നു ഇതൊക്കെ കിട്ടുന്നുണ്ടായിരുന്നത്. പിന്നെ അതേസമയം ഗോൾഡ് അവർക്ക് ഇപ്പോഴത്തെ കർണാടക എന്ന് പറഞ്ഞ ആ രാജ്യത്തു നിന്നാണ് നമുക്ക് ഗോൾഡ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അവർക്ക്, ഹരപ്പൻ അതായത് ഹരപ്പയിൽ താമസിച്ചിരുന്ന ആളുകൾക്ക്. ഓക്കെ, അതേസമയം പ്രഷ്യസ് സ്റ്റോൺസ് ഒക്കെ ഇപ്പോഴത്തെ ഗുജറാത്ത്, ഇറാൻ ആൻഡ് അഫ്ഗാനിസ്ഥാൻ എന്നീ സ്ഥലങ്ങളിൽ നിന്നാണ് ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ആ സമയത്ത് അവരുടെ ഭക്ഷണം എങ്ങനെയായിരുന്നു, സിറ്റിയിൽ താമസിക്കുന്നവരുടെ ലൈഫ് വളരെ ഡിഫറെൻ്റ് ആയിരുന്നു അല്ലേ. കാരണം കൺട്രി സൈഡിലുള്ള താമസിക്കുന്ന ആൾക്കാരായിരുന്നു, നിറച്ചും ക്രോപ്സൊക്കെ കൃഷി ചെയ്യലും അനിമൽസിനെ റെയർ ചെയ്യലും എല്ലാം, അനിമൽസിനെ വളർത്താനും അതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവരതിനെ വേറെ ആൾക്കാർക്കും റൂളേഴ്സും അവർക്കൊക്കെ വിൽക്കുമായിരുന്നു. അങ്ങനെ അതേപോലെ
അവരെന്തൊക്കെ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു? വീറ്റ്, ബാർലി, പൾസസ്, റൈസ്, സെസമേ, മസ്റ്റേർഡ്, അങ്ങനെ കുറേ സാധനങ്ങൾ ഇവർ കൾട്ടിവേറ്റ് ചെയ്തിട്ട് നേരത്തെ ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ ഡിസ്റ്റൻറ്റ് പ്ലേസസിലേക്ക് ആൾക്കാർ വരുമ്പോൾ അവരവിടെ ഈ സാധനങ്ങളൊക്കെ വെച്ചിരിക്കുന്നത് കാണുമ്പോൾ അതും വാങ്ങിയിട്ടായിരിക്കും തിരിച്ച് വീട്ടിൽ പോവുക. ഓക്കെ. പിന്നെ പറയുന്നത് എന്താണ്? കൂടുതൽ വെള്ളമുള്ള സ്ഥലത്ത്, എന്താ പറയുക, വെള്ളം തീരെ ഇല്ലാത്ത സ്ഥലങ്ങളുണ്ടാവുമല്ലോ, അപ്പോൾ അവിടെ അവർ ഇറിഗേഷൻ പർപ്പസസിന് വേണ്ടിയിട്ട് ഓരോന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനവർ നില ഉഴാനും അതിനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് യൂസ് ചെയ്ത ഒരു ടൂളാണ്, ഒരു ടൂള് ഉണ്ട്. അതെന്തോ ചെയ്യുന്നത്, അത് പല ഫാമിംഗ് കമ്മ്യൂണിറ്റീസിൽ നമുക്കത് കാണാൻ പറ്റും. അതിൽ ആണുങ്ങളാണ് പ്ലൗ ഇത് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുക, നിലം ഉഴാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവർക്ക് ഈ ഹരപ്പൻസിന് ഇത് യൂസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് അതിനെ പറ്റിയിട്ടൊരു ഐഡിയ ഒന്നും അവിടെ നിന്ന് കിട്ടുന്നില്ല. ഓക്കെ. പക്ഷെ അവർ വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കുകയും പിന്നെ അത് അവരുടെ ഫീൽഡ്സിന് വേണ്ടിയിട്ട് അവരെന്തൊക്കെ കൃഷി ചെയ്തോ അവിടേക്ക് വെള്ളം സപ്ലൈ ചെയ്യാനുള്ള സംവിധാനമൊക്കെ അവരുടെ സമയത്ത് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പറയണത്. അതൊക്കെ അതിൻ്റെയൊക്കെ റിമൈനിങ്സ് അവർക്ക് ആ ഹരപ്പൻ ഇതിൽ കാണാൻ പറ്റിയിട്ടുണ്ട്. അവർക്കത് എക്സ്കവേറ്റ് ചെയ്യുമ്പോൾ അവർക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് പറയണത്. ഓക്കെ. പിന്നെ അവർ കാറ്റിൽ, ഷീപ്പ്, ഗോഡ്, ബഫല്ലോ എന്നിവയൊക്കെ വളർത്താറുണ്ടായിരുന്നു അല്ലേ. വാട്ടർ അവർക്ക് അവൈലബിൾ സോഴ്സ് ആയിരുന്നു അവർക്ക് സെറ്റിൽമെൻറ്റ്സിനൊക്കെ വേണ്ടിയിട്ട്. അതേസമയം നല്ല ഡ്രൈ സമ്മർ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് അവരെന്ത് ചെയ്യും, ഈ ഇവരെയൊക്കെ കൊണ്ട് വേറെ കുറച്ച് ദൂരെ നല്ലോണം വെള്ളവും അവർക്ക് പുല്ലും, ഇവർക്കൊക്കെ പുല്ലും വെള്ളമൊക്കെ വേണമല്ലേ ജീവിക്കണമെങ്കിൽ അനിമൽസിന്, അവരത് കിട്ടുന്ന ഭാഗത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. അവിടെ അവർ അതേസമയം ഫ്രൂട്ട്സ് കളക്ട് ചെയ്തിട്ടും മീൻ പിടിച്ചിട്ടും പിന്നെ അതിന് പുറമെ അനിമൽസിനെ ഹണ്ട് ചെയ്തിട്ടുമായിരുന്നു അവരുടെ ലൈവ്ലിഹുഡ്. ഓക്കെ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹരപ്പയിലത്തെ 2 പ്രധാനപ്പെട്ട ടൗൺസിനെ പറ്റിയിട്ടാണ്. ഓക്കെ. ഹരപ്പയിലത്തെ 2 പ്രധാനപ്പെട്ട ടൗൺസിനെ പറ്റി പറയുകയാണെങ്കിൽ സിറ്റീസ്, ദ സിറ്റി ഓഫ് ധോളവിര ആൻഡ് ദ സിറ്റി ഓഫ് ലോത്തൽ. ഈ 2 സിറ്റീസിനെ പറ്റിയിട്ടാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഈ സിറ്റി ഓഫ് ധോളവിര എവിടെയാണറിയോ? ഖാദിർ ബെൽറ്റിലാണ്. അത് റാൻ ഓഫ് കച്ച് എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. അവിടെ ധാരാളം ഫ്രഷ് വാട്ടറും കിട്ടുന്ന സ്ഥലമാണ്. അതേപോലെ അവിടുത്തെ മണ്ണ് നല്ല വളക്കൂറുള്ള മണ്ണാണ്. അവിടെ എന്ത് കൃഷി ചെയ്താലും പിടിക്കും. ഓക്കെ. വേറെ ബാക്കിയുള്ള സിറ്റീസിനെ അപേക്ഷിച്ചിട്ട് ഈ ഒരു സിറ്റി ധോളവിര എന്ന സിറ്റി 3 ഭാഗങ്ങളായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ആ 3 ഭാഗങ്ങളാക്കിയിട്ടുണ്ട്. അതിൽ ഓരോ പാർട്ടിലും എന്താ പറയുന്ന വലിയ വലിയ കരിങ്കൽ വാൾസ്, സ്റ്റോൺ വാൾസ് കൊണ്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അത് വലിയൊരു എൻട്രൻസ് ആണ്, അതിലേക്ക് കടക്കാൻ ഗേറ്റ് വേസ് ഉണ്ട്, അങ്ങനെയൊക്കെയാണ്. അങ്ങനെ അതിൻ്റെ ഉള്ളിലൊരു ഓപ്പൺ ഏരിയയാണ് അവിടെ ഉള്ളത്. അവിടെ ആ ഓപ്പൺ ഏരിയയിൽ അവിടുത്തെ പബ്ലിക് സെറിമണീസൊക്കെ കണ്ടക്ട് ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ടായിരുന്നു. പിന്നെ വേറെ കാണുന്നത് ഹരപ്പൻ സ്ക്രിപ്റ്റ്. അവിടെ അടുത്ത് തന്നെ അവർ കാർവ് ചെയ്തിരിക്കുന്ന വലിയ വലിയ അക്ഷരങ്ങളിൽ എഴുതിയ ഹരപ്പൻ സ്ക്രിപ്റ്റ് ഒരു വുഡിൻ്റെ മേലെ കാർവ് ചെയ്തിരിക്കുക. അത് സ്റ്റോണിൻ്റെ മുകളിലാണ്, വൈറ്റ് സ്റ്റോണാണ്. അതിൻ്റെ ഇത് ചെയ്തിരിക്കുന്ന പ്രതലം വന്നിട്ട് വുഡാണെന്നാണ് പറയണത്. അതൊരു യുണീക്ക് ഫൈൻഡിങ് ആണ് ഹരപ്പൻ റൈറ്റിംഗ്. അത് വളരെ ചെറിയ ചെറിയ സാധനങ്ങളിൽ പോലും അവരുടെ ആ സ്ക്രിപ്റ്റിന് കാണും, അവരുടെ ആ ലിപികൾ കാണാറുണ്ട് എന്നാണ് പറയുന്നത്. ഇനി അടുത്ത സിറ്റി ലോഥലാണ്. അത് സബർമതിയുടെ തീരത്താണ് ഈ ലോഥൽ സ്ഥിതി ചെയ്യുന്നത്, ഗുജറാത്തിലാണ്. അത് വളരെ നിയർ ടു ഗൾഫ് ഓഫ് കംപാക്ട് അവിടെയാണ്. അതിൻ്റെ അടുത്തുള്ള സ്ഥലങ്ങൾ റോ മെറ്റീരിയൽസ് ധാരാളം ലഭിക്കുന്ന സ്ഥലമാണ് ലോഥൽ. അവിടെ നിന്നാണ് സെമി പ്രഷ്യസ് സ്റ്റോൺസ് വരെ അവർക്ക് ഈസി ആയിട്ട് കിട്ടാറുണ്ടായിരുന്നത്. അത് പിന്നെന്താണ്, പ്രധാനപ്പെട്ട സ്റ്റോൺ വെച്ച് എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടാക്കുമെന്നോ അതങ്ങനെയുള്ള പ്രധാനപ്പെട്ടൊരു സ്ഥലം കൂടിയായിരുന്നു സിറ്റി ഓഫ് ലോഥൽ. അവിടെ
സ്റ്റോണ്, ഷെൽ, മെറ്റൽ എന്നിവ കൊണ്ടൊക്കെ പലതരം ഓബ്ജക്ട്സ് അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. അതേപോലെ അവിടെ ഒരു സ്റ്റോർ ഹൗസും ഉണ്ടായിരുന്നു എന്നാണ് പറയണത്. അവിടെ സീൽസും സീലിങ്സും അതെല്ലാം ആ സ്റ്റോർ ഹൗസിൽ നിന്ന് അവർക്ക് കിട്ടിയിട്ടുണ്ട് എന്നാണ് ഈ ആർക്കിയോളജിസ്റ്റ് പറയണത്. പിന്നെ അവർ പറയുന്നത് വേറൊരു ബിൽഡിങ്ങിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടപ്പോൾ അതൊരു വർക്ക്ഷോപ്പായിരുന്നു. എന്തിൻ്റെ? വാഹനങ്ങളുടെ അല്ല, ബീഡ്സ് ഉണ്ടാക്കുന്ന, മുത്തുകൾ ഉണ്ടാക്കുന്ന ബീഡ്സില്ലേ, ആ ബീഡ്സ് ഉണ്ടാക്കുന്ന വർക്ക്ഷോപ്പ്. അവിടെ ഇപ്പോൾ കുഞ്ഞു കുഞ്ഞു കല്ലുകൾ, കുറച്ച് പകുതി ഉണ്ടാക്കിയ മുത്തുകൾ, അതുകൊണ്ടുള്ള ടൂൾസ്, ഈ ബീഡ് മേക്കിങ്ങിനുള്ള ടൂൾസ്, ചില ഫിനിഷ്ഡ് പ്രൊഡക്ട്സ്, ഇതെല്ലാം അവർക്ക് അവിടുന്ന് കണ്ടുകിട്ടിയിട്ടുണ്ട്. പിന്നെ ഓരോന്നിലും നമ്മൾ പറഞ്ഞു ഹരപ്പയുടെ സ്ക്രിപ്റ്റ് ഓരോന്നിലും അവർ അതിൽ മുദ്ര പതിച്ചിട്ടുണ്ട്. അതിൽ ഇവൻ സീലിലും കൂടി ഉണ്ട് എന്നാണ് പറയണത്. ഓക്കെ, അപ്പോൾ ഈ സീൽസിൽ യൂസ് ചെയ്യുന്നത് സ്റ്റാമ്പ് ബാഗ്സ് ഓർ പാക്കറ്റ്സ് ആയിട്ടായിരിക്കും. അതിൽ സാധനങ്ങൾ ഒരു സ്ഥലത്തുനിന്ന് വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോകാനായിട്ടാണ് ഈ സീൽസ് യൂസ് ചെയ്യുക. അപ്പോൾ ബാഗൊക്കെ ക്ലോസ് ചെയ്ത് ടൈ ചെയ്ത ശേഷം അവർ നനഞ്ഞൊരു തരം മണ്ണുകൊണ്ട് ആ നോട്ടിൻ്റെ അവിടെ അപ്ലൈ ചെയ്തിട്ട് അവിടേക്ക് ഈ സീല് പ്രസ് ചെയ്യണം. അതാണ് അതാണ് ആ പതിപ്പിക്കുന്നത്. അതായത് നോട്ടിട്ടിട്ട് ആ നോട്ടിൽ ഈ സീല് പതിപ്പിക്കും. അപ്പോൾ അതിൽ കാണുന്ന ആ ഇംപ്രഷനെയാണ് സീലിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ സീലിംഗ് കറക്റ്റായിട്ട് അതുപോലെ ഉണ്ടെങ്കിൽ ഒരാൾക്ക് ഉറപ്പാണ് അയാൾ അയച്ച ഗുഡ്സ് വളരെ സേഫായിട്ട് എത്തേണ്ടടുത്ത് എത്തി എന്നുള്ളത്. മനസ്സിലായോ? പിന്നെ ഇത്രയൊക്കെ വലിയ വലിയ ബിൽഡിങ്സും ഇത്രയും കുറേ ആൾക്കാർ താമസിച്ച സിറ്റിയൊക്കെ ആയിരുന്നു ഈ ഹരപ്പയും മൊഹൻജദാരോ ഒക്കെ. പക്ഷേ എങ്ങനെ അത് ഇല്ലാതെയായി എന്നുള്ളത് ഇന്നും ആർക്കിയോളജിസ്റ്റിൻ്റെ ഇടയിൽ ഒരു മിസ്റ്ററി തന്നെയാണ്. ഇപ്പോഴും അവർക്കത് ശരിക്കൊരു ഉത്തരം പറയാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എന്തുകൊണ്ട് ഇത്രയും വലിയൊരു സിറ്റിയിൽ ആൾക്കാർ ജീവിക്കുന്നത് നിർത്തി എന്നുള്ളതിനൊരു ഉത്തരം ആർക്കും പറയാൻ പറ്റുന്നില്ല. നേരത്തെ പറഞ്ഞു നമ്മൾ അവർ റോ മെറ്റീരിയൽസ് വാങ്ങാൻ ദൂര സ്ഥലങ്ങളിൽ പോകുന്നു. പോകെ അവർ റോ മെറ്റീരിയൽസ് ഒന്നും വാങ്ങാൻ പോവാതെയായി. അതേസമയം മൊഹൻജദാരോയിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഗാർബേജൊക്കെ റോഡിലും സ്ട്രീറ്റ്സിലും ഒക്കെ ഇങ്ങനെ കുന്നുകൂടിയിരിക്കുന്നൊരവസ്ഥ കണ്ടു. ഡ്രെയിനേജ് സിസ്റ്റമൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നു. അപ്പോൾ ആ വീടുകളൊക്കെ ഒരുമാതിരി എന്താ പറയുക, അത്ര ഇതാവാത്ത വീടുകളൊക്കെ ആയിട്ട്. കാരണം ഇത്രയൊക്കെ ഇതുണ്ടാകുമ്പോൾ എങ്ങനെ ആൾക്കാർ അവിടെ താമസിക്കും അല്ലേ? അപ്പോൾ ഒരു തരം ശൂന്യത, അവിടെ വീടുകളിലൊക്കെ ആരും ഇല്ലാത്ത പോലെ ഒരു അവസ്ഥ. എന്തുകൊണ്ട് ഇങ്ങനെ ആയി ചോദിച്ചാൽ അതിന് ആർക്കും ഒരു ഡെഫിനിറ്റ് ആൻസർ തരാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് അതിന് മിസ്റ്ററി ഓഫ് ദ എൻഡ് അല്ലെങ്കിൽ മിസ്റ്ററി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഈ അല്ലെങ്കിൽ സ്കോളേഴ്സ് ഇതിനെപ്പറ്റി പറയുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു പക്ഷേ ഫ്ലഡ് വന്നതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു പക്ഷേ പെട്ടെന്ന് പുഴകളും ഇതെല്ലാം വറ്റി വരേണ്ടതുകൊണ്ടായിരിക്കാം. ഓക്കെ, ചിലവർ പറയുന്നത് ഡീഫോറസ്റ്റേഷൻ കൊണ്ടായിരിക്കാം. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒന്നും കത്തിക്കാനുള്ളതൊന്നും കിട്ടുന്നില്ല. അപ്പോൾ അവർക്ക് ബ്രിക്സ് ഒന്നും ബേക്ക് ചെയ്യാൻ പറ്റാനില്ല, കോപ്പറും അതൊക്കെ ചില സാധനങ്ങൾ മെൽറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അതേപോലെ ട്രീസും ഇതൊക്കെ വെട്ടി മുറിച്ച് കഴിഞ്ഞാൽ ഈ അനിമൽസിനെയൊക്കെ എവിടെ കൊണ്ടിട്ട് പുല്ല് തീറ്റിക്കും അല്ലേ? അവിടെ ഒരു ഇതുമില്ലെങ്കിൽ, ഒരു പ്ലാന്റ്സോ ട്രീസോ ഒന്നും ഈ അനിമൽസിന് കഴിക്കാനുള്ളതൊന്നും ഇല്ലെങ്കിൽ അവർക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റും? അപ്പോൾ ഒരു പക്ഷെ അതുകൊണ്ടായിരിക്കാം. അങ്ങനെയൊക്കെ പല ഇത് വരികയാണ്. എന്തൊക്കെ പറഞ്ഞാലും നമുക്കിപ്പോഴും അതിൻ്റെ എക്സാക്റ്റ് റീസൺ എന്താണെന്ന് അറിയില്ല എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് പോയിൻറ്റ്സിലേക്ക് നോക്കാം കേട്ടോ. എന്തൊക്കെ പോയിൻറ്റ്സ് നോക്കണ്ടേ? അപ്പോൾ എന്താണ്? ഇൻ സെർച്ച് ഓഫ് റോ മെറ്റീരിയൽസ്, നമ്മളതിൻ്റെ കണ്ടിന്യൂവേഷനാണ്. സോ ദ റോ മെറ്റീരിയൽസ് ആർ സബ്സ്റ്റൻസസ് ദാറ്റ് ആർ ഐദർ ഫൗണ്ട് നാച്ചുറലി or produced by farmers or herders. These are then processed to produce finished goods. Harappans used copper, tin and gold
Silver and precious stone had to be brought from distant places. Copper from present-day Rajasthan and Oman, whereas they got tin from present-day Afghanistan and Iran. Gold from present-day Karnataka and precious stones from present-day Gujarat and Afghanistan. Now next we can see the food for people in the cities. The countryside people grew crops and reared animals. They supply food to craftspersons and rulers in the cities. They also cultivate barley, wheat, pulses, peas, etc. They also reared cattle, sheep, goat, buffalo. During summer months, large herds of animals were taken to distances in search of grass and water. Now comes Harappan town in Gujarat. The city of Dhalavira was located on Khadir Bed in the Rann of Kutch, where there was fresh water and fertile soil. Each part of Dhalavira was surrounded with massive stone walls with entrances through gateways. A large open area where the public services could be conducted. Okay. Where the public services could be held. Harappan script were carved out of white stone and they are also found on seals. The city of Lothal, situated beside a tributary of Sabarmati in Gujarat, close to Gulf of Comfort. Semi-precious stones are easily available there. Important center for making objects out of stone, shell and metal. A building that was found here was a workshop for making beads. Now let us see what is seals and sealing. It has been used to stamp the bags for packets. The impression of the seal is known as sealing. Now comes the mystery of the end. People stopped living in many of these cities. Writing, seals and weights were no longer used. Raw materials brought from long distances become rare. The drainage system broke down, garbage piled up on the streets, and the scholars believe that it may be caused due to the dried up of rivers. Others said due to deforestation, which leads to floods in the cities, and also the rearing of animals stopped due to the lack of trees and plants. The rulers lost the control over the cities. Finally, we can say that Harappa and Mohenjo-daro, where people were lived in such a good way, it has vanished after some years. Okay, so now also they are not the archaeologists or even the scholars are not able to give us a definite answer for this mystery where the people have gone. So the Mohenjo-daro, the main two archaeology excavation centers are Mohenjo-daro and Harappa. So that's the end of your lesson. Just go through the textbook, read the text, listen and understand. Okay. So that's all for today, children. Thank you.